ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് വേ ചാനൽ. ഘട്ടഗുസ്തി 2 സംഭവക്കാരി വീഡിയോ സോങ് നമുക്കൊന്ന് കാണാം. വാ. വിഷ്ണു വിശാൽ. ആക്ച്വലി ഈ പടത്തിൽ ഈ പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു, അവരുടെ റൊമാൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ബട്ട് ടോട്ടലി പടം എടുത്ത് നോക്കുമ്പം എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഇതിന്റെ റിവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഘട്ടഗുസ്തി 2 മൂവി റിവ്യൂല് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിന്റെ വീഡിയോസിൽ ഉണ്ടാവും, ബയോയിലുണ്ടാവും, യൂട്യൂബിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പക്ഷെ ഈ പാട്ട് കിടലം പാട്ടായിരുന്നു, ചുമ്മാ ഫൺ. അപ്പോ ഈ പാട്ടില് ഒരിതെന്ന് വെച്ചാൽ ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ പാട്ടുകളാണ്. അതുമല്ല, വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ പടത്തിലെ ഏറ്റവും നല്ലൊരു പാട്ടും ഈ ഒരു ഫസ്റ്റ് സിംഗിൾ ആയിട്ട് ഇറങ്ങിയ ഈ ഒരു പാട്ടാണ്, സംഭവകാരി എന്നുള്ള സോങ് ആണ്. പിന്നെ 2-3 സോങ് ഒക്കെ ഉണ്ട്, കൊള്ളാം. ബട്ട് ഇതാണ് ഈ പടത്തിലും വൈറലായ സോങ്. ആൻഡ് റീൽസിലൊക്കെ വിഷ്ണു വിശാൽ എല്ലാവരുടെയും പോയി ഡാൻസ് കളിച്ച ഒരു പാട്ടും ഇതാണ്. സംഭവക്കാരി നീ ദാണ്ടി സംഭവം ഡാൻസ് കളിച്ച പാട്ടും ഇതായിരുന്നു. സംഭവകാരി വീഡിയോ സോങ് ആണ് നമ്മളിപ്പോ കണ്ടത്. വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി പ്രധാന വേഷത്തിലെത്തുന്ന ചെല്ലയ്യാവ് സംവിധാനം ചെയ്ത സിനിമയാണ് ഘട്ടഗുസ്തി 2. സീൽ റോളറാണ് മ്യൂസിക്കല്. ആൻഡ് ഇത് ഒരു റെസ്ലിംഗ് പടമാണ്. ഹാപ്പി ഹസ്ബൻഡും ഹാപ്പി ഹൗസ് വൈഫും, ഇങ്ങനെ ഒരു രണ്ടുപേര്, ഒരു ആസ് യൂഷ്വൽ ടെംപ്ലേറ്റ് ഒരു സ്റ്റോറി തന്നെയാണ്. എപ്പോഴും നടക്കുന്ന ഒരു കഥ തന്നെയാണ്. അതായത് ഭാര്യയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു ഭർത്താവും. അതായത് ഘട്ടഗുസ്തി മായിട്ട് ബന്ധപ്പെട്ട സെയിം പടമാണ്. ഈ ഘട്ടഗുസ്തി 2 ആകെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചാൽ ആ മകൾ എന്നൊരു ക്യാരക്ടറാണ്. ഒരു കൊച്ചു മകൾ എന്നൊരു ക്യാരക്ടറാണ് ഇൻക്ലൂഡ്. ബാക്കി ഒന്നുമില്ല. സെയിം സാധനം തന്നെയാണ്, സെയിം സിറ്റുവേഷൻസ് തന്നെയാണ്, സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ്, സെയിം പ്ലേസ്, എല്ലാം സെയിം തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളോ ഒന്നുമില്ല. ഞാൻ മുമ്പ് എന്റെ റിവ്യൂലും പറഞ്ഞിട്ടുള്ള ആകെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്, പാട്ടുകൾ തന്നെയാണ്. മ്യൂസിക് സെക്ഷൻ കൊള്ളായിരുന്നു. ആ മ്യൂസിക് കോമഡി ആയിരുന്നാലും, പിന്നെ ഈ സംഭവക്കാരി ഇപ്പൊ ഈ ലിറിക് വീഡിയോ നന്നായിട്ട് തന്നെ ഉണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഐശ്വര്യ ലക്ഷ്മിയെ നിർബന്ധിപ്പിച്ച് അഭിനയിച്ചത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യം ഇല്ല സത്യം പറഞ്ഞാല്. പിന്നെ തമിഴ്നാട്ടില് ഈ ഒരു ഓഡിയൻസ് നല്ല രീതിക്ക് പുൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഘട്ടഗുസ്തി ആയിട്ട്. അതുകൊണ്ട് നല്ലൊരു ഓഡിയൻസ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോരാന്ന് തന്നെ നല്ലൊരു ഓഡിയൻസ് ഈ പടത്തിനും ഉണ്ടായിരുന്നു. പിന്നെ ഐശ്വര്യ ലക്ഷ്മിക്കും വേണ്ടിയിട്ട് ഒരു ഓഡിയൻസ് ഫാൻ ബേസും ഉണ്ടായിരുന്നു. സോ അവര് അങ്ങനെ വേണം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് പാട്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഈ സംഭവകാരി പാട്ടായാലും, പിന്നെ മകരാസി എന്നൊരു കൊച്ചുകുട്ടി പാട്ടുണ്ട്, പിന്നെ ഹാപ്പി ഹസ്ബൻഡ്, ഹൗസ് ഹസ്ബൻഡ്, അങ്ങനെ ഒരു പാട്ടും ഉണ്ടായിരുന്നു. ബട്ട് ബാക്കിയൊക്കെ കുറച്ച് ക്രിഞ്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചമർത്തി എടുത്ത ഒരു സിനിമ. ഒരു ടെംപ്ലേറ്റ്, ഒരു സീരിയസ് സാധനം വന്ന് അവര് എടുത്ത പടം പക്ഷെ ഒരു സീരിയൽ പോലെ ആയിട്ടുണ്ട്. പക്ഷെ പാട്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു.